السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സൃഷ്ടിപ്പിന്റെ ആരംഭമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ തുടർന്നുള്ള ആ ചരിത്രങ്ങളാണ്. ഇപ്പൊ ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസിൽ നിന്നുമാണ് നമ്മൾ ആ ഒരു ചരിത്രം പഠിക്കുന്നത്. ആദ്യമായി അള്ളാഹുവിന്റെ ആ ഏകത്വം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തവനാണ്. അള്ളാഹുവിന്റെ മുമ്പ് ഒരാൾ പോലും സൂറത്തുൽ ഹദീദിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുകയാണ്, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിർ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വൽ, അള്ളാഹുവാണ് ആദ്യത്തവൻ. വൽ ആഖിർ, അള്ളാഹുവാണ് ഏറ്റവും അവസാനത്തവൻ. വൽ ളാഹിർ, എല്ലാറ്റിന്റെയും മുകളിലാണ് അള്ളാഹു. വൽ ബാത്തിൻ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നും ഒന്നും മറഞ്ഞു കിടക്കുന്നില്ല. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ഇതാണ് ആ ആയത്ത്. അപ്പൊ അള്ളാഹുവാണ് ആരംഭം. അള്ളാഹുവിന്റെ മുമ്പ് ഒന്നും തന്നെ ഇല്ല. അബൂ സാലിഹ് റഹിമഹുല്ലാഹ് ഹദീസ്, കാന അബൂ സാലിഹ് യഅ്മുറുനാ ഇദാ അറാദ അഹദുനാ അൻ യറാ. അപ്പൊ അബൂ സാലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സദസ്യരോട് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു ദുആ ചൊല്ലാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയം വലത്തു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഒരു ദുആ പറയണമെന്ന് അദ്ദേഹം പറയുകയാണ്. സുമ്മ യഖൂലു അല്ലാഹുമ്മ റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി വറബ്ബിൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവാ വമുൻസിലത് തൗറാത്തി വൽ ഇൻജിയ വൽ ഫുർഖാൻ. ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവേ, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നമ്മുടെ എല്ലാ വസ്തുക്കളുടെയും റബ്ബായ അല്ലാഹുവേ, വിത്തുകളെയും ധാന്യങ്ങളെയും മുളപ്പിച്ച് അതിൽ നിന്ന് ചെടികളെയും സസ്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന അല്ലാഹുവേ, തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഖുർആനെയും അവതരിപ്പിച്ചവനായ അല്ലാഹുവേ. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് പറയുകയാണ്. അപ്പൊ അള്ളാഹുവിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ഈ ഒരു ദുആയിൽ. പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ദുആയിലൂടെ, അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിന്നാസിയ. അല്ലാഹുവേ, എല്ലാ വസ്തുക്കളുടെയും ശർറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അതിനെയൊക്കെ ഉടമപ്പെടുത്തുന്നത് നീയാണ്, നീ മാത്രമാണ്. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിന്റെയും മാലിക്, മറ്റേതൊരു വസ്തുവിന്റെ മാലിക് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ എല്ലാ വസ്തുക്കളുടെയും ഉടമപ്പെടുത്തുന്നത് നീയാണ്. اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء أقضي عنندي. അള്ളാഹുവേ, നീയാണ് ആദ്യത്തവൻ, നിനക്ക് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുവേ, നീയാണ് ഏറ്റവും അവസാനത്തവൻ, നിനക്ക് നാശമില്ല, അവസാനിക്കുന്നില്ല, നിനക്ക് ശേഷവും ഒന്നും തന്നെയില്ല. അല്ലാഹുവേ, നീയാണ് എല്ലാത്തിനും മുകളിൽ, നിന്റെ മുകളിൽ മറ്റൊരാളുമില്ല. അല്ലാഹുവേ, നീയാണ് എല്ലാം അറിയുന്നവൻ, നിന്നെ മറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഒരു കാര്യവും നിന്റെ ഇൽമിൽ നിന്നും അറിവിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, വഖ്ളി അന്നദ്ദൈൻ, അല്ലാഹുവേ, കടബാധ്യതകൾ നീ തീർത്തു നൽകണമേ റബ്ബേ. വ അഗ്നിനാ മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും നീ നമ്മളെ സംരക്ഷിക്കണമേ അല്ലാഹുവേ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഉള്ള ദുആ ആയിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതിന് പറയാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ വിശേഷണമായി പറഞ്ഞത് ആദ്യത്തവനും അവസാനത്തവനും, അൽ അവ്വലു വൽ ആഖിർ. അപ്പൊ ഖുർആനിലും അള്ളാഹു പറഞ്ഞത് അള്ളാഹുവാണ് ആദ്യത്തവനും അവസാനത്തവനും സൂറത്ത് ഹദീദിൽ കാണാൻ സാധിക്കും.
അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമില്ല, അള്ളാഹുവിന്റെ ശേഷവും ഒന്നുമില്ല. അപ്പൊ ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ്. അപ്പൊ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് 4 കാര്യങ്ങളാണ്. ഒന്നാമതായി അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം. അതിനുശേഷം സൃഷ്ടിച്ചത് വെള്ളം. അതിനുശേഷം അൽ ഖലം, പേന. 4മതായി അൽ ലൗഹ്, ടാബ്ലറ്റ്. ആ ഒരു പേന കൊണ്ട് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ട ആ ഒരു ലൗഹ്. ഈ 4 വസ്തുക്കളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത്. ഇപ്പൊ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹിൽ നിന്നൊരു ഹദീസ്, സ്വഹാബി പറയുകയാണ്, ദഖൽതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വരികയാണ്. വഅഖൽതു നാഖതി ബിൽ ബാബ്, റസൂലിന്റെ പള്ളിയുടെ വാതിലിന്റെ അടുക്കൽ എന്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിട്ടു. അപ്പൊ ഒട്ടകത്തെ കെട്ടിയിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് നടന്നു ചെല്ലുന്നത്. അങ്ങനെ റസൂലിന്റെ സദസ്സിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ബനൂ തമീം ഗോത്രത്തിലെ ഒരു വിഭാഗം ആൾക്കാർ റസൂലിന്റെ അടുക്കിലേക്ക് വരികയാണ്. ആ ഒരു സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, യഖ്ബലുൽ ബുശ്റ യാ ബനി തമീം, ദാ ഈ സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കുക. അതായത് ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ തൗഹീദിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ തൗഹീദ് സ്വീകരിച്ചാൽ സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ തമീം ഗോത്രക്കാരോട് പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ ബനൂ തമീം ഗോത്രക്കാർ പറഞ്ഞു, ഖദ് ബശർതന ഫഅതിന മറത്തൈൻ, അപ്പൊ ഇതിനു മുമ്പ് നീ ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് നൽകേണ്ടത്, അതായത് അവർ ആഗ്രഹിച്ചത് ദുനിയാവിനെയാണ്. അപ്പൊ അവർ ആ ദുനിയാവിന്റെ കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശനാകുകയുണ്ടായി. അപ്പൊ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ദഅവത്ത് സ്വീകരിച്ചില്ല. അങ്ങനെ ഇരിക്കെ യമനിലെ ഒരു വിഭാഗം ആൾക്കാർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വരികയാണ്. അശ്അരി ഗോത്രക്കാരാണ്. അവരും വന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഇഖ്ബലുൽ ബുശ്റ യാ അഹ്ലൽ യമൻ, യമൻകാരെ, ഇതാ ഈ സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കുക, തൗഹീദ് നിങ്ങൾ സ്വീകരിക്കുക. ഇതിലും യഖ്ബലുഹ ബനൂ തമീം, ഈ ബനൂ തമീംകാർ, ഈ ഗോത്രം ഇത് സ്വീകരിച്ചില്ല, നിങ്ങൾ ഇത് സ്വീകരിക്കുക എന്ന വന്ന അശ്അരി ഗോത്രക്കാരോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ അവർ പറയുന്നു, ഖദ് ഖബിൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ സ്വീകരിക്കുന്നു റസൂലേ. അങ്ങനെ അവർ റസൂലിന്റെ ദഅവത്ത് സ്വീകരിച്ചു. ആ ദഅവത്ത് സ്വീകരിച്ചിട്ട് പിന്നെ അവർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ആദ്യ ചോദ്യം, ജിനാക നസ്അലുക അൻ ഹാദൽ അംർ, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് വന്നത് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ലോകത്തിന്റെ ആരംഭം? അപ്പൊ അത് ചോദിക്കാനാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കിലേക്ക് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി നൽകുകയാണ്, കാന അല്ലാഹു വലം യകുൻ ഷൈഅൻ ഗൈറ, അള്ളാഹു ഉണ്ടായിരുന്നു, മറ്റൊന്നും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലായിരുന്നു. അപ്പൊ ആദ്യത്തെ സൃഷ്ടി അർശാണ്, അള്ളാഹുവിന്റെ സിംഹാസനം, പിന്നെ വെള്ളം. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വകതബ ഫീ ദക്രി കുല്ല ഷൈഇൻ, മൂന്നാമതായി എല്ലാ വസ്തുക്കളെയും അള്ളാഹു രേഖപ്പെടുത്തി. ദിക്രി, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ 4 വസ്തുക്കളും അർശ്, മാ, ഖലം, ലൗഹ്. വഖലഖസ് സമാവാതി വൽ അർദ്, അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നത്. അതിൽ ആദ്യം ഭൂമി, പിന്നീട് ആകാശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഫനാദ മുനാദി, അപ്പൊ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരാൾ എന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു, പള്ളിയുടെ പുറത്തു നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്. അങ്ങനെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ, താങ്കളുടെ ഒട്ടകം കെട്ടഴിഞ്ഞ് ഓടിപ്പോയിട്ടുണ്ട്, അങ്ങനെ ഒരാൾ വിളിച്ചു പറയുകയാണ്. ഫന്തലഖതു, ഞാൻ പള്ളിയിൽ നിന്നും ഇറങ്ങി ഓടി. ഈ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി, ഒട്ടകത്തിന്റെ പിറകെ ഇറങ്ങി ഓടുകയാണ്. ഫഇദാ ഹിയ യഖ്തഉ ദൂനഹാ സറാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിന് പിറകെ അന്വേഷിച്ചു പോകുമ്പോഴേക്കും ആ ഒട്ടകം കുറെ ദൂരം പിന്നിട്ടിരുന്നു. ഞാനിങ്ങനെ പോയി, അപ്പോഴേക്കും മേഘങ്ങൾ കൊണ്ട് മൂടുകയും ആകാശം മൂടി മഴ പെയ്യാൻ തുടങ്ങുകയും ഉണ്ടായി. ഫവല്ലാഹ്, എനിക്കത് നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് എന്റെ ഒട്ടകത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒട്ടകത്തിന് വളരെ സ്പീഡായിരുന്നു, ഓടാൻ തുടങ്ങിയാൽ അത് പെട്ടെന്നൊന്നും നിൽക്കൂല. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഫവല്ലാഹി ലവദ്തു അന്നീ കുന്ത തറക്തുഹ, അപ്പൊ ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോയി,
അതായത് ആ ഒട്ടകത്തിനെ അതിന്റെ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു. അതിന്റെ പിറകെ ഓടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ ഒട്ടകത്തിന്റെ പിറകെ ഓടിയപ്പോൾ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു? ബാക്കിയുള്ള ആ ഹദീസ്, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസ്, ആ ഒരു വിവരണം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒട്ടകം ഇറങ്ങി ഓടിയത്. അപ്പോൾ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു? ആ ഒട്ടകത്തിന്റെ പുറകെ പോയതുകൊണ്ട് ഇൽമ് നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം പറയുകയാണ്, ദുനിയാവിന്റെ പുറകെ ഓടിയാൽ നമുക്ക് ഇൽമ് നഷ്ടപ്പെടും. അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും പരിചയപ്പെടുത്തുന്ന ഖുർആന്റെയും ഹദീസിന്റെയും ഇൽമ് നഷ്ടപ്പെടും ദുനിയാവിന്റെ പിറകെ നമ്മൾ ഓടിയാൽ. അതാണ് ഈ ഒരു ഹദീസിൽ നിന്ന് ആ സഹാബി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അർശ്, ആ ഒരു ഓർഡർ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിന്റെ ഓർഡർ ആയിട്ട് നമുക്ക് ലഭിച്ചത്, ഒന്നാമതായി അള്ളാഹു സൃഷ്ടിച്ചത് അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം, പിന്നെ വെള്ളം, കലം, ലൗഹ്. അതുപോലെ വേറൊരു ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഒരു സഹാബി പറയുകയാണ്, യാ ബുനയ്യ ഇന്നക ലൻ തജിദ തഅം ഹഖീഖത്തുൽ ഈമാൻ. ഒരു സഹാബി തന്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഈമാന്റെ മാധുര്യം നിനക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. നീ മനസ്സിലാക്കുന്നവരെ, എന്ത് മനസ്സിലാക്കുന്നവരെ? ഈമാൻ ഒരു മാധുര്യമുണ്ട്. അത് നീ ഈ ഒരു കാര്യം നീ മനസ്സിലാക്കുന്നവരെ ആ ഒരു മാധുര്യം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഇപ്പൊ എന്താണ് ആ കാര്യം? അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഉക ലം യകുൻ ലിയുസീബക. നിനക്ക് ലഭിച്ച ഒരു സാധനം എന്തുമായിക്കൊള്ളട്ടെ, ദുനിയാവിൽ നിനക്ക് കിട്ടിയ വസ്തു, നിനക്ക് ലഭിച്ചത്, അത് നിനക്ക് കിട്ടാതാകേണ്ട ഒരു കാര്യമല്ല. അത് അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതാണ്. അപ്പൊ നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇനി നിനക്ക് ലഭിക്കാത്തൊരു വസ്തു, അത് നിനക്ക് ലഭിക്കേണ്ടതല്ല. അള്ളാഹു അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. എന്നിട്ട് ആ സഹാബി പറയുകയാണ്, സമീഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അതായത് ഖദറിലുള്ള പൂർണ്ണമായ വിശ്വാസം. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള തീരുമാനമാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടിയാലോ അതും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ അതും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പൊ യഖീൻ, അതുപോലുള്ള ഖദറിലുള്ള ഈമാൻ, അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ, ആ യഥാർത്ഥ ഈമാൻ ഉള്ളവന് മാത്രമേ എന്താവുകയുള്ളൂ? ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് ആ സഹാബി പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്. അപ്പൊ മറ്റേ ഹദീസ് നമ്മൾ എന്താണ് പഠിച്ചത്? അർശ്. അപ്പൊ ഈ രണ്ട് ഹദീസിനെയും കൂടെ പണ്ഡിതന്മാർ ജമാഅക്കി യോജിപ്പിച്ചു. എങ്ങനെ? കലം എന്നുള്ളത് നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ടത് കൊണ്ട്, അതുകൊണ്ടാണ് അവനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് അതിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അള്ളാഹു കലമിനെ സൃഷ്ടിച്ചു. ഫഖാല ലഹു ഉക്തുബ്. എന്നിട്ട് ആ പേനയോട് അള്ളാഹു എഴുതാൻ പറഞ്ഞു. അപ്പൊ തിരിച്ച് പേന ചോദിക്കുകയാണ്, റബ്ബി വമാദാ അക്തുബ്. അള്ളാഹുവേ, ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ഉക്തുബ് മഖാദിറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും തീരുമാനം നീ രേഖപ്പെടുത്തണം, എഴുതണം. അപ്പൊ ലൗഹുൽ മഹ്ഫൂദ് അന്ന് ആ പേന എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ? ഖിയാമത്ത് നാൾ വരെയുള്ള സകല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ഖദർ. അപ്പൊ ആ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് ആ സഹാബി പറയുകയാണ്, യാ ബുനയ്യ ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ മാത അല. മകനെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ആരെങ്കിലും ഇതിലല്ലാതെ മരിച്ചാൽ, ആരെങ്കിലും ഈ ഒരു വിശ്വാസം ഇല്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ നമ്മുടെ ഈ ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്ത്? അൽ ഈമാൻ ബിൽ ഖളാഇ വൽ ഖദർ. ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തെ റസൂൽ പഠിപ്പിച്ചതാണ് എന്ത്? ഖദറിലുള്ള വിശ്വാസം. ഈ ഒരു ഹദീസിൽ റസൂൽ പഠിപ്പിച്ചത് സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദിറൽ ഖലായിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ കണക്ക് രേഖപ്പെടുത്തുകയാണ്. ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്. അപ്പോൾ ഭൂമി ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ബിഖംസീന അൽഫ സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അർശിനെയും വെള്ളത്തിനെയും അതുപോലെ തന്നെ പേനയും ലൗഹിനെയും സൃഷ്ടിച്ച് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നത്. വകാന അർശുഹു അലൽ മാ. ആ ഒരു സമയത്തൊക്കെ അള്ളാഹുവിന്റെ അർശ്
വെള്ളത്തിന് മുകളിലായിരുന്നു നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ആ സൃഷ്ടിപ്പിന്റെ തർത്തീബ് ഏത് രീതിയിലാണെന്ന് മനസ്സിലായി. ഒന്നാമതായി അർഷ്, രണ്ടാമതായി മാ, മൂന്നാമതായി കലം, നാലാമതായി ലൗഹ്. അതൊക്കെ കഴിഞ്ഞ് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് ഭൂമി ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഷിനെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കുന്നതാണ്. അർഷിന്റെ ആ വലിപ്പവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അർഷ് ചുമക്കുന്നത് 8 മലക്കുകളാണ്. അതിലൊരു മലക്കിന്റെ ചെവിയിൽ നിന്ന് ഷോൾഡർ വരെയുള്ള ദൂരം മാത്രം 7,000 വർഷം നടക്കുന്ന ദൂരമുണ്ട്. അപ്പൊ ആ അർഷിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ, ഊഹിക്കാൻ പോലും സാധിക്കത്തില്ല. അതുപോലെ ഇൻഷാ അള്ളാഹ് അടുത്ത 2-3 ദിവസം ക്ലാസ് എടുക്കുന്നത് ഹഫീസ് ആയിരിക്കും. അപ്പൊ ആ ക്ലാസ്സുകളിലെ വിഷയങ്ങളും നമ്മുടെ റമദാൻ ക്വിസിൽ ഉൾപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.